കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9 നടക്കുന്നതിന് മുമ്പ് വലിയ തോതിൽ ചർച്ചയായ ഒരു വിഷയമാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ആളുകളുടെ പുനരധിവാസം. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ സെൻറ്റിന് വരുന്ന ഒരു സ്ഥലം ഏറ്റെടുക്കുകയും ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം ഒരു ടൗൺഷിപ്പ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുകയും അവിടെ അതിസുന്ദരമായിട്ടുള്ള 178ഓളം വരുന്ന വീടുകൾ പൂർത്തിയാക്കുകയും ആ പൂർത്തിയാക്കിയ വീടുകളിൽ 40 പണി മുഴുവനായി തന്നെ ഫിനിഷ് ചെയ്യുകയും പക്ഷേ ഫിനിഷ് ചെയ്തിട്ടുള്ള പണിയിൽ ഒരു ക്വാളിറ്റി ടെസ്റ്റിൻ്റെ ഭാഗമായി മുകളിൽ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടൊരു പോണ്ടിങ് ടെസ്റ്റ് നടത്തുകയും ആ പോണ്ടിങ് ടെസ്റ്റിലൂടെ വെള്ളം കിനിയുന്നൊരു കാര്യം 3 വീടുകളിൽ തന്നെ കണ്ടെത്തുകയും അത് ഒന്നുകൂടി റിപ്പയർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ അവിടെ തുടക്കമിടുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് താഴെ ആ വെള്ളം കിനിഞ്ഞിറങ്ങുന്ന ഭാഗങ്ങളിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. കാരണം അത് കേരളത്തിൽ വലിയ വിവാദമായിട്ടുള്ള കാര്യമായിരുന്നു. ആ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്തതിനെ വിള്ളൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വിശേഷിപ്പിച്ചത്. അവിടെ വെള്ളം കിനിയുന്നുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ പോലും ഒരു വീട്ടിൽ പോലും ആളുകൾക്ക് താമസിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ വലിയ വിമർശനങ്ങളൊക്കെ ആളുകൾ ഉന്നയിച്ചിരുന്നു. മുസ്ലിം ലീഗ് അവരുടെ വീടുകൾ കൊടുക്കുകയും അവിടെ ആളുകൾ കയറി താമസം തുടങ്ങുകയും ചെയ്തു എന്നുള്ളതുമൊക്കെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെയും അതുപോലെ മുസ്ലിം ലീഗിനെയൊക്കെ നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും ഈ പ്രോജക്റ്റ് തീർത്ത കാര്യത്തിൽ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനോടടുപ്പിച്ച് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിപ്പോയ, ഏറ്റവും കൂടുതൽ കുരുക്കിലായിപ്പോയ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് ഇപ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കോൺഗ്രസ് പണിത് കൊടുക്കാൻ വേണ്ടിയിട്ട് 60 വീടുകളുടെ ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ, അതായത് കല്ലിടുന്ന ഒരു ചടങ്ങ് അവരെ നടത്തിയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 26-ന്. അതിനെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ റൈറ്റ് സൈഡിലാണ് മെമ്പർഷിപ്പ് എടുക്കുന്ന ബട്ടൺ. അവിടെ ലെവൽ 1-ൽ 179 ലെവൽ 2-ൽ 359 ലെവൽ 3-ൽ 700-ലധികം രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അതല്ല, അത് മന്ത്ലി ഉള്ളൊരു സ്കീമാണ് മെമ്പർഷിപ്പ് എടുക്കുക എന്നുള്ളത്. മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് വിചാരിച്ച് മാത്രമാണ്. പക്ഷേ ഒരു സത്യസന്ധമായ മാധ്യമ പ്രവർത്തനവും കൃത്യമായിട്ടുള്ള ചില പൊളിച്ചെഴുത്തുകളും ചില വർഗീയ കോമരങ്ങളുടെ ഈ പറഞ്ഞ ഉറഞ്ഞു തുള്ളലുമൊക്കെ കേരളത്തിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ വാസ്തവങ്ങൾ പറയണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഇത് നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ചോദിക്കുന്നത്. ഇനി അതല്ല, ഒരൊറ്റ തവണ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർക്ക് വേണ്ടിയിട്ട് താഴെ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, കഴിയുന്നവരും ചെയ്താൽ മതി. അല്ലാത്തവർ തീർച്ചയായിട്ടും വീഡിയോകൾ കാണുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ആ വിഷയം എന്ന് പറയുന്നത്, എൻ്റെ ചോദ്യം വീട് എവിടെ കോൺഗ്രസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ വീടിൻ്റെ പണി എത്രത്തോളമായി എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാം, വെള്ളം കിനിയുന്നുണ്ടെങ്കിൽ ആ കിനിയുന്നത് പോലും നിങ്ങൾക്ക് പറ്റാൻ പാടില്ലാത്തതാണെന്ന് വിമർശിക്കാം, ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് കൊടുത്ത കോൺട്രാക്റ്റ് എന്തായിരുന്നു എന്ന് ചോദിക്കാം. ഇതിലൊക്കെ തന്നെ നിരവധി കള്ളങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കൃത്യമായ കണക്കുകൾ ഗവൺമെൻറ് പലതവണ പുറത്തുവിട്ടിട്ടും ഇപ്പം തന്നെ സുതാര്യമായിട്ട് ആർക്കും നോക്കാൻ കഴിഞ്ഞിട്ടും 750 കോടി രൂപ പിരിച്ചത് എവിടെ എന്നുള്ളതാണ് എൻ്റെ വീഡിയോയുടെ താഴെ പോലും വന്ന ആളുകൾ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ 750 കോടി രൂപ പിരിച്ചാൽ ഏതാണ്ട് 606 കോടി രൂപ ഏറ്റവും അവസാനം ഞാൻ കഴിഞ്ഞ 1 മാസം മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ അത് അക്കൗണ്ടിലുണ്ട് എന്നുള്ള വളരെ സുതാര്യമായിട്ടുള്ള കണക്കുകൾ പുറത്തേക്ക് വിട്ടിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. അതൊക്കെ പറഞ്ഞു പോയിട്ടും അതെല്ലാം തന്നെ മറച്ചു വെച്ചുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുകയാണ് നിരവധി മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിൽ നമുക്ക് കോൺഗ്രസിനോട് ആദ്യം തന്നെ ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഫെബ്രുവരി 26-ന് 60 വീടുകളുടെ തറക്കല്ലിടൽ പരിപാടി ഈ പറയുന്ന പോലെ കുന്നംപേട്ട കൽപ്പറ്റയിലുള്ള കുന്നംപേട്ട സ്ഥലത്ത് അവർ മേടിച്ച സ്ഥലത്ത് അവർ നടത്തിയിരുന്നു. നിങ്ങൾ ഓർക്കണം, ഫെബ്രുവരി 26-ാം തീയതിയാണ് നടത്തിയത്. ആ ഫെബ്രുവരി 26-ാം തീയതി നടത്തി കഴിയുമ്പോൾ ഫെബ്രുവരിയിൽ തന്നെ 2 ദിവസമുണ്ട്. കൂടാതെ നമുക്കറിയാം മാർച്ചിൽ 31 ദിവസമുണ്ട്, ഏപ്രിലിൽ 30 ദിവസമുണ്ട്. സോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെക്കുകയും ഇന്ന് വരെയുള്ള ഡേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 65 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ 65 ദിവസങ്ങൾ കഴിയുന്നതിനിടക്ക് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിരുന്നു. ഞങ്ങൾ തൊട്ടടുത്ത ദിവസം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു, അവിടെ പണി തുടങ്ങിയിരിക്കുന്നു, പ്ലാൻ പാസ്സാക്കിയിരിക്കുന്നു, ഒരു മോഡൽ ഹൗസ് പണിയാനുള്ള പ്ലാൻ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു കല്ലോ ഈ പറഞ്ഞ ഒരു സ്പൂണിലുള്ള ചരലോ പോലും അവിടെ കൊണ്ട് ഇട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് ഞാൻ മാറ്റിവെക്കുന്നു, നമുക്ക് അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഇപ്പോൾ April 9 തെരഞ്ഞെടുപ്പല്ലേ, അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പണിയൊക്കെ ഉള്ളപ്പോഴേക്കും കാര്യം ഇവരെല്ലാം ചെന്ന് കൽപ്പണിയൊക്കെ എടുക്കേണ്ടത്, പ്രത്യേകിച്ച് ഇവരുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് പറഞ്ഞു. അതുകൊണ്ട് ഇനിയിപ്പോൾ പണമൊക്കെ സമാഹരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യായിരുന്നു നമുക്ക് വിചാരിക്കാം. ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കണം, തെരഞ്ഞെടുപ്പ് വരുന്നു, തലക്ക് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഏതാണ്ട് സർക്കാരിൻ്റെ വീടുകൾ അവിടെ പ്രൊജക്റ്റായി വരുമെന്നും അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുമെന്നും മനസ്സിലായപ്പോഴാണ് ഓടിപ്പോയി ഒരു സ്ഥലം മേടിച്ചത് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിനുശേഷം വലിയ സമ്മർദ്ദങ്ങൾക്ക് ശേഷമാണ് കണക്കുകൾ പുറത്തുവിടാൻ സഹായിച്ചത്. ആ കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ പോലും ധനലക്ഷ്മി ബാങ്കിലെ കണക്ക് മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ, ഫെഡറൽ ബാങ്കിലെ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം. നമ്മളിവിടെ പലപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണം വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ, അത് അവതരിപ്പിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷെ അവതരിപ്പിക്കുന്ന മാധ്യമങ്ങൾ ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറോ ഏരിയ കമ്മിറ്റി മെമ്പറോ ഒരു MLA കാണിക്കുന്ന അഴിമതികൾ പോലും വലിയ പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തി കാണിക്കുമ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ കൈപ്പറ്റിയിട്ടുള്ള ഫണ്ടിന് എന്ത് പറ്റി എന്ന് ചോദിക്കേണ്ടതാണ്. ഇതിനു മുൻപ് പ്രളയത്തിൽ ഇവർ നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ 1000 വീടുകൾ ആദ്യം പറഞ്ഞിരുന്നു MM ഹസൻ, പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വന്നപ്പോൾ 500 വീടായി, പിന്നീട് ഒരു വീട് പോലും പോട്ടെ അര വീട് പോലും നിർമ്മിച്ചു കൊടുത്തില്ല, ഒരു ബാത്റൂം പോലും നിർമ്മിച്ചു കൊടുത്തില്ല എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലെടുക്കണം. അതിനൊക്കെ വേണ്ടി ഇവർ പിരിവ് നടത്തിയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത്തരത്തിലുള്ള പിരിവുകളുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഇതുവരെ ഈ 65 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 65 ദിവസങ്ങളായിട്ട് പോലും യഥാർത്ഥത്തിൽ ഒരു വീടിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പണിയും തുടങ്ങിയിട്ടില്ല. ഇത് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത് എന്ത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി ഇതെല്ലാം പോട്ടെ, 9-ാം തീയതി വരെ തിരക്കിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് അവർക്ക് അല്പം സമയം കൊടുക്കാം, വിട്ടേക്കൂ. പക്ഷെ അതിന് ശേഷം പോലും ഇപ്പം ഏതാണ്ട് 23 ദിവസങ്ങളായിരിക്കുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്ന് 4-ാം തീയതി ആകുമ്പോഴേക്കും 23-25 ദിവസങ്ങളാകുമ്പോൾ ആ ദിവസങ്ങൾക്കടക്കം ഇവർ എവിടെയാണ് പണി തുടങ്ങിയത്, എന്താണ് ഇവർ അതുകൂടാതെ അന്നൊരു കല്ലിടലല്ലാതെ അഡീഷണലായി ചെയ്തത് എന്ന് പറയുന്ന പ്രസക്തമായ ചോദ്യമാണ് എനിക്കുള്ളത്. ഈ ചോദ്യം എനിക്കുള്ളത് നിങ്ങൾ അറിയേണ്ടത് കോൺഗ്രസിനോടല്ല. ഞാനിതിൽ തംബ്നെയിലിൽ വീടെവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാട്ടിൻ്റെ വരിയാണ് എടുത്ത് ചേർത്തിട്ടുള്ളതെങ്കിലും എനിക്ക് കോൺഗ്രസിനോടല്ല ചോദിക്കാനുള്ളത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കോൺഗ്രസ് അതിന് മറുപടി പറയില്ല, കാരണം കോൺഗ്രസിന് മുമ്പിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. അതായത് മുണ്ടക്കൈ ചൂരൽമലയിലെ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾ അവരെവിടെ പോകും, അവർ പുറത്തു കിടക്കല്ലേ, അവർക്കിപ്പോഴും വീട് കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് സഹതപിച്ച നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരുടെ സഹതാപം, ആ പാവപ്പെട്ട വീട് നഷ്ടപ്പെട്ട ഒരു സുപ്രഭാതത്തിൽ വെളുപ്പിന് ഈ പറഞ്ഞ രാത്രി 1:30-ക്കും വെളുപ്പിന് 4:30-ക്കും ഉണ്ടായ ഉരുൾപൊട്ടലിൽ സ്വന്തം വീടും ഈ പറഞ്ഞ സ്വന്തം ഹൃദയബന്ധങ്ങളും സ്വന്തം രക്തബന്ധങ്ങളും എല്ലാം ഒലിച്ചുപോയ അവർക്ക് വേണ്ടിയിട്ടുള്ള കരച്ചിലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒപ്പം ഞാൻ സർക്കാരിനെ വിമർശിക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ പ്രേരിതമായ നിങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളോടുകൂടിയുള്ള വിമർശനമാണ് നിങ്ങൾ നടത്തിയത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അല്ലായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായിട്ടും 23-25 ദിവസമായിട്ട് പോലും നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരാൾ പോലും ഈ കോൺഗ്രസിനോട് ഈ ചോദ്യം ഉയർത്താത്തത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഓക്കെ, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പം നമ്മളൊരു വാടക വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് വാടക തരുന്നുണ്ട്, കൂടാതെ നമ്മൾ വീടിൻ്റെ താക്കോൽ കിട്ടിയിട്ടുണ്ട്, വീടിൻ്റെ പണി നമുക്ക് വന്ന് കാണാം, നമ്മുടെ മനസ്സിലൊരു കുളിർമ ഉണ്ടാവും, വലിയ സന്തോഷമുണ്ടാവും. കാരണം നമ്മളത് ഒരു വലിയ വീട്ടിലേക്ക് കയറി താമസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു സന്തോഷമെങ്കിലും അവർക്കുണ്ടാവുമല്ലോ, ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ, മനസ്സിനൊരു ആശ്വാസം ഉണ്ടാവുമല്ലോ. ഈ ആശ്വാസം പോലും ഇല്ലാത്ത ഏതാണ്ട് 40-50ഓളം വരുന്ന ആളുകൾ കോൺഗ്രസ്സുകാർ പറയുന്നത് കേട്ട് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും 15 ലക്ഷം രൂപ മേടിച്ച് അതോടുകൂടി അവർക്ക് കിട്ടുന്ന റെന്റ് നിൽക്കും, ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നിൽക്കും. അപ്പൊ അങ്ങനെ 15 ലക്ഷം രൂപ മേടിച്ച് പോന്നിട്ടുള്ള ആളുകൾ അവർക്ക് എന്ന് വീട് കിട്ടും കോൺഗ്രസ് എന്ന് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഈ മലയാളത്തിലെ മാധ്യമ പ്രവർത്തകർക്കില്ലേ എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. അവരുടെ നാക്ക് ഈ പറയുന്ന പോലെ എവിടെയാണ്, ഫിലാഡൽഫിയയിലേക്കും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പട്ടായയിലേക്കും ടൂറിന് പോയോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് സ്മൃതി പരുത്തിക്കാടാണ്. എനിക്ക് എല്ലാ ബഹുമാനവും ഉണ്ട്, എനിക്ക് വളരെ സ്നേഹമുള്ള ഒരാളാണ് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാട്, ആദരവുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഇത്തരമൊരു കാര്യം ഈ പറയുന്ന പോലെ 23 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മാധ്യമം പോലും ചർച്ചക്കെടുക്കാത്തത് എന്ത് എന്നുള്ളത് എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഈ പറയുന്ന പോലെ ന്യായത്തിനും നീതിക്കും വേണ്ടി തിളക്കുന്ന ഒരു ഹൃദയമുള്ള ഒരാളാണ് വിനു വി ജോൺ. വിനു വി ജോണിനെതിരെ എളമരം കരീമിനെതിരെ അദ്ദേഹം പ്രസ്താവന നടത്തിയപ്പോൾ ആ എളമരം കരീമിന് വേണ്ടിയിട്ട് CITക്കാർ വന്ന് വിനു വി ജോണിനെതിരെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അതിനെതിരെ നിശിതമായി വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ.
വിനു വി ജോണിന്റെ വീട്ടിൽ കയറി 2 തവണ പോസ്റ്റർ ഒട്ടിച്ചതിനെതിരെ അതിനിശിതമായി CIT-നെ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ ആ വിമർശനങ്ങളിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിന്നുകൊണ്ട് തന്നെ പറയുന്നു, വിനു വി ജോൺ, നിങ്ങൾക്ക് അജണ്ടകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞ VD സതീശനെ ക്യാപ്റ്റനാക്കുകയും നിങ്ങൾ അറിയേണ്ടത് ആര് വേണമെങ്കിലും അധികാരത്തിൽ വരട്ടെ അവർ ക്യാപ്റ്റനാക്കുകയും നിങ്ങൾ അറിയേണ്ടത് ഇതുവരെയുള്ള ഒരു ചോദ്യങ്ങൾ പോലും ഏഷ്യാനെറ്റ് ഉയർത്തുകയും ചെയ്യാത്തത്. പിന്നെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർ അധകൃതരുടെ ഈ പറയുന്ന പോലെ നിരാലംബരാക്കപ്പെട്ടവരുടെ ദാവീദിൻ്റെയൊക്കെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം സ്വന്തം വീട് എഴുതി നമ്മൾ ചൂരൽമായി മുണ്ടക്കൈ ദുരിതത്തിൽപ്പെട്ട അവർക്ക് കൊടുക്കുമെന്ന് തോന്നിപ്പോൾ അത്തരത്തിൽ വളരെ ഈ പറയുന്ന പോലെ ടച്ചിങ് ആയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന മീഡിയ വണ്ണിനും ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്ന അവർക്കും എന്താണ്, ഈ പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനില്ല. നിങ്ങളെല്ലാം പിന്നെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ന്യായവും നീതിയും നമ്മളോട് രാവിലെ ഈ പറഞ്ഞ പോലെ സുപ്രഭാതത്തിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, മനോരമയ്ക്ക് ചോദ്യങ്ങളില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതെല്ലാം പോട്ടെ, മറുനാടൻ ഷാജൻ അദ്ദേഹം പറയുന്നത് ഞാനൊരു എൻ്റെ സുഹൃത്താണ്, ഇപ്പോഴും ഞാൻ സുഹൃത്തായി വിചാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഇവിടെ നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ നാരദ ന്യൂസിലുണ്ടായപ്പോൾ മാത്യു സാമുവൽ പോലും എതിരായി വീഡിയോകൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായി വീഡിയോ ചെയ്ത ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ മറുനാടൻ ഷാജനോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ പക്ഷപാതിത്വമില്ലാതെ സത്യം വിളിച്ചു പറയുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ തന്നെ മറച്ചു വെക്കുന്ന നിരവധി കാര്യങ്ങൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ആർജവത്തോടുകൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഈ രാഷ്ട്രീയ പാർട്ടികൾ നോക്കാതെ നിങ്ങൾ വിമർശിക്കാറുണ്ട്. പക്ഷേ എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം, തെരഞ്ഞെടുപ്പ് വരെ ഓക്കെ, ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനെ തടഞ്ഞാൽ ചിലപ്പോൾ പിണറായി തന്നെ അവിടെ ഇരുന്നു പോകും എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ നിങ്ങളുടെ അജണ്ട സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ താല്പര്യങ്ങൾ ഉണ്ടാവും. ആ താല്പര്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി നിങ്ങൾ പറയണ്ട, ശരി, എനിക്കതിൽ വിരോധമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യങ്ങൾ നേരത്തെ ചോദിക്കരുത്. പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ 23 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾ ചോദിക്കണ്ടേ ഈ പറയുന്ന മനോരമയും ഷാജനും അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകാരൊക്കെ ചോദിക്കണ്ടേ, വീടെവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കണ്ടേ? ആ വീടെവിടെ കോൺഗ്രസ് എന്ന് ചോദിക്കാനുള്ള ആർജവമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ 23 ദിവസങ്ങൾക്ക് മുമ്പ്, 25 ദിവസങ്ങൾക്ക് മുമ്പ്, 7-ാം തീയതിയും 8-ാം തീയതിയും അടക്കം നിങ്ങൾ ആർത്തലച്ചുകൊണ്ട് വീടിന് വിള്ളലുണ്ടായി എന്ന് പറഞ്ഞത് അവിടെ ചോരുന്ന ഈ പറഞ്ഞ വെള്ളത്തുള്ളികൾ ഇറ്റ് വീണൊരു കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല. പകരം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വെസ്റ്റഡ് ആയ താല്പര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാണിച്ച വളരെ ഉള്ളു പൊള്ളിക്കുന്ന ഈ പറഞ്ഞ പോലെ വിള്ളൽ എന്ന് പറയുന്ന നിങ്ങളുടെ ഈ വിമർശനങ്ങൾക്കൊക്കെ തന്നെ യാതൊരു ആത്മാർത്ഥതയും ഇല്ലായിരുന്നു എന്ന് ജനം കാണേണ്ടി വരും. അത് പറയാനുള്ള ആർജവവും നട്ടെല്ലും ഈ പറഞ്ഞ പോലെ ചങ്കുറപ്പുമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞാൻ വീണ്ടും ചോദിക്കുന്നു, വീടെവിടെ കോൺഗ്രസ് എന്നാണ് ചോദിക്കാനുള്ളത്. ആ വീട്ടിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആരും കോൺഗ്രസിനോട് പറഞ്ഞില്ല വീട് വെച്ച് തരാൻ, നമ്മൾ ആരും കോൺഗ്രസിനോട് പറഞ്ഞില്ല പിരിവെടുക്കാൻ, നമ്മൾ ആരും കോൺഗ്രസിനോട് എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല ഈ പറയുന്ന പോലെ നിങ്ങൾ ഇവരുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ വീടും കിട്ടും, കൂടാതെ ഗവൺമെന്റ് 15 ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞ് തെരുവിലേക്ക് ഇറങ്ങിപ്പോയി അവർ എന്ത് ചെയ്യുന്നുവെന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആർജവമുള്ള, കരുണയുള്ള, ഞാൻ എക്കാലത്തും അവരോടൊപ്പം നിന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ വിങ്ങലോടുകൂടി കേട്ട നിങ്ങളുടെ വാക്കുകൾ എവിടെ പോയി എന്നാണ് എനിക്ക് ഏറെ പ്രിയപ്പെട്ട പലരോടും എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ അവരുടെ ഒപ്പമായിരുന്നുവെങ്കിൽ, നിങ്ങൾ നിരാലംബരായി പോയ, ജീവിതത്തിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു ദുരന്തത്തിൽ മുന്നിൽ പകച്ചുപോയ, വീട്ടിലെല്ലാവരും ഈ പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടു പോയ, ഏറ്റവും ഒടുവിൽ സ്വന്തം കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ച് കാത്തിരുന്ന പയ്യനെയും ഒരു അപകടത്തിൽ നഷ്ടപ്പെട്ടു പോയ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് 13 സെന്റ് സ്ഥലം കിട്ടിയിട്ടും വീട് വെച്ച് കൊടുക്കാത്ത സിദ്ദിഖിനോട് നിങ്ങൾ ഇതുവരെ എന്ത് നടപടിയെടുത്തു എന്നെങ്കിലും ചോദിക്കണ്ടേ? നിങ്ങളുടെ വീടിന്റെ പണി എന്തായി എന്ന് ചോദിക്കണ്ടേ? അതുകൊണ്ട് 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. വീടെവിടെ കോൺഗ്രസ് എന്നും, രണ്ടാമത്തേത് വീടെവിടെ എന്ന് കോൺഗ്രസ് എന്ന് ചോദിക്കാൻ നിങ്ങളുടെ നാക്കില്ലാത്ത ഈ പറഞ്ഞ ഞാൻ നേരത്തെ പേര് പറഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ നാക്കല്ല. പട്ടായക്കും ഈ പറഞ്ഞ ഫിലാഡൽഫിയയിലും ഓസ്ട്രേലിയയിലും പെർത്തിലും ഒക്കെ ടൂറ് പോയോ എന്നുമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ചോദ്യത്തിന് എന്നെ അപഹസിച്ചുകൊണ്ടുള്ള മറുപടികളല്ല, യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ പറയാൻ, ഉത്തരം പറയാൻ ഞാൻ ഈ മാധ്യമ പ്രവർത്തകരെയും കോൺഗ്രസിനെയും വെല്ലുവിളിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചോദ്യങ്ങൾക്ക് കേരളീയ സമൂഹത്തിന് അംനീഷ്യൊന്നും ബാധിച്ചിട്ടില്ല, മറവി രോഗവും ബാധിച്ചിട്ടില്ല. ഒരു നാൾ ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരികയും നിങ്ങൾ ഇത്രയും നാളും ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയതിൽ
ആത്മാർത്ഥതയില്ലായിരുന്നുവെന്നും ജനം മനസ്സിലാക്കുന്ന ഒരു കാലം വരും. ആ കാലത്തിൽ നിങ്ങൾ ചവറ്റുകുട്ടയിൽ എറിയപ്പെടും. ഇനിയും നിങ്ങൾ മിണ്ടാതിരുന്നാൽ എന്ന് മാത്രമാണ് എനിക്ക് പ്രിയപ്പെട്ട ഈ ആളുകളോടെല്ലാം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് നിങ്ങളിവിടെ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും സത്യസന്ധമായ നിഷ്പക്ഷമായ ചോദ്യങ്ങൾ ഉയർത്തുക തന്നെ വേണം.